എല്ലാ അഹങ്കാര മനോഭാവങ്ങളും എല്ലാ ജീവിത തോന്നിവാസങ്ങളും ചെയ്ത് അവസാനം കിടപ്പിലാകുമ്പോ മക്കൾ ഇന്നെ നോക്കണം, മക്കൾ ഞങ്ങളെ പൊന്നോല നോക്കണം എന്നവകാശപ്പെടാൻ ഒരു മാതാപിതാക്കൾക്കും ഇസ്ലാം അർഹത കൊടുത്തിട്ടില്ല. ഇന്ന് ചില മാതാപിതാക്കളുടെ പിടിവാശി കൊണ്ടും ഈഗോ കൊണ്ടും അഹങ്കാരം കൊണ്ടും വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തതുകൊണ്ടും പല കുടുംബങ്ങളും കണ്ണുനീരിലായിക്കൊണ്ടിരിക്കുകയാണ്. അവരിലുള്ള കുറ്റങ്ങളെങ്ങാനും അവരോട് സൂചിപ്പിച്ചാൽ അതൊരു നന്ദികേടായി പോകുമോ, അതല്ലെങ്കിൽ അവരുടെ പോരായ്മകൾ അവരോട് പറഞ്ഞാൽ അതൊരു ശാപമായി തീരുമോ എന്ന ഭയം കൊണ്ടും പേടികൊണ്ടും മാതാപിതാക്കളെ ഉപദേശിക്കാൻ പോലും സാധിക്കാതെ അവരുടെ വാശി കാരണം നരകതുല്യമായ ജീവിതം നയിക്കുന്ന പല മക്കളും ഇന്നെല്ലാ മതങ്ങളിലും എന്നതുപോലെ മുസ്ലിം സമൂഹത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ചില രക്ഷിതാക്കൾ അത്തരക്കാരായ മക്കളെ ചൂഷണം ചെയ്ത് ജീവിക്കും. ഞാൻ അവനെ നോക്കിയത് കൊണ്ട് ഞാൻ പറയുന്നത് പോലെ അവൻ ചെയ്യണം, ആയക്കാലത്ത് ഞാൻ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് കൊണ്ട് എന്നെ ധിക്കരിക്കാനോ എന്റെ നേരെ നിൽക്കാനോ എന്നെ ഗുണദോഷിക്കാനോ എന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ പാടില്ല. ഞാൻ വിശ്വസിച്ചു പോരുന്ന പാരമ്പര്യത്തിനനുസരിച്ചും മാമൂലിനനുസരിച്ചും മക്കൾ മാറണം, ചെയ്യണം എന്ന വാശി കാണിക്കുന്ന പല മാതാപിതാക്കളും ആ മക്കളെ ദ്രോഹിക്കുകയാണ് എന്ന തിരിച്ചറിവ് പോലും നേടാത്ത ചില രക്ഷിതാക്കളുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കളിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ബാധ്യതകളുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കും മക്കളോട് ബാധ്യതകളുണ്ട്. ഓരോ രക്ഷിതാക്കളുടെയും അതിരുകടന്ന വാശി കൊണ്ടും അഹങ്കാരം കൊണ്ടും കടുംപിടുത്തം കൊണ്ടും കുടുംബം വെറുത്ത് മനസ്സ് വേദനിച്ച് ജീവിക്കുന്ന മക്കളാണെങ്കിൽ, ജീവിക്കാൻ പോലും മടുത്തുപോയ മക്കളാണെങ്കിൽ, രക്ഷിതാക്കളെ നിങ്ങളും അള്ളാന്റെ മുൻപിൽ കുറ്റവാളികളാണ്. നിങ്ങളും റബ്ബിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും. കാരണം ജനിപ്പിച്ച മക്കൾ നോക്കണം, ബാധ്യതകൾ നിർവഹിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നതിന്റെ മുൻപ് അള്ളാന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയ ഒരു വാക്യമുണ്ട്. നിങ്ങൾക്ക് മക്കളോടുള്ള ബാധ്യത ചെയ്യാൻ സാധിച്ചോ? ആ മക്കൾക്ക് നിങ്ങൾ ഒരു നല്ല ഉപ്പയും ഉമ്മയുമായിട്ടുണ്ടോ? എല്ലാ സകല വാശികളും എല്ലാ അഹങ്കാര മനോഭാവങ്ങളും എല്ലാ ജീവിത തോന്നിവാസങ്ങളും ചെയ്ത് അവസാനം കിടപ്പിലാകുമ്പോ മക്കൾ ഇന്നെ നോക്കണം, മക്കൾ ഞങ്ങളെ പൊന്നോല നോക്കണം എന്നവകാശപ്പെടാൻ ഒരു മാതാപിതാക്കൾക്കും ഇസ്ലാം അർഹത കൊടുത്തിട്ടില്ല. മറിച്ച് ഇസ്ലാമിൽ മാതാപിതാക്കളാവുന്നതിന്റെ മുൻപേ നിങ്ങൾ ഒരു മാതാപിതാക്കളാവുന്ന സമയത്ത് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വ്യത്യസ്ത ബാബുകളായി വ്യത്യസ്ത വിഭാഗങ്ങളായി ലോകത്തിന്റെ തിരുദൂതന്റെ സഹാബത്തും തിരുദൂതനും പഠിപ്പിച്ചു. ഹുഖൂഖൽ ആബാഇ അലൽ അബ്നാഇ, ഹുഖൂഖൽ ആബാഇ ചില മാതാപിതാക്കൾക്കുള്ള കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, അലൽ അബ്നാഇ മക്കളോടുള്ള കടമകൾ. മറ്റൊരു ഭാഗത്ത് കാണാം വാജിബാത്തുൽ ആബാഇ നഹ്വൽ അബ്നാഇ, വാജിബാത്തുൽ ആബാഇ മാതാപിതാക്കളുടെ നിർബന്ധമായ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ, നഹ്വൽ അബ്നാ മക്കളുടെ വളർച്ചയിലും മക്കളുടെ ജീവിതത്തിലും അവർ കാണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ ബാധ്യതകൾ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ ആയുസ്സിനിടയിൽ തിന്നാൻ കൊടുക്കലും അത്തരത്തിലുള്ള ജീവിത സൗകര്യങ്ങൾ വാരിപ്പിടിച്ചു കൊടുക്കലും അത് മാത്രമാണ് ബാധ്യത എന്ന് ചില വാപ്പാർക്കും ഉമ്മാർക്കും തെറ്റിദ്ധാരണയുണ്ടായിട്ടുണ്ട്. പക്ഷേ പഠിക്കണം, ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ്. അതിനൊരു കാരണം മാത്രമാ നിങ്ങൾ. അതുകൊണ്ടാ റബ്ബ് പഠിപ്പിച്ചതും വഇൻ യകൂനു ഫുഖറാഅ യുഗ്നിഹുമുല്ലാഹു, അവൻ ദരിദ്രനാണോ അള്ളാഹു അവന് ഐശ്വര്യം കൊടുക്കും. നിങ്ങൾ മക്കളുടെ ദാരിദ്ര്യത്തെ വിചാരിച്ച് മക്കളെ ഉണ്ടാക്കാതിരിക്കരുത്. കാരണം അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തത് അത് റബ്ബിന്റെ കടമയാണ്, റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിന്നാൻ കൊടുത്തില്ലേ എന്ന കാരണമല്ല മക്കളോട് രക്ഷിതാക്കൾ പറയേണ്ട ഏറ്റവും വലിയ കാരണം. മറിച്ച് അതിനു പുറമെ ചില ബാധ്യതകളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ഉത്തരവാദിത്വവും കടമയും എന്താണെന്നറിയോ? അള്ളാന്റെ തിരുദൂതൻ പഠിപ്പിച്ചു, ഹുസ്നുൽ ഇഖ്തിയാരി സൗജി ലിസൗജതിഹി, തന്റെ മക്കളോടെ ഭാവിയും മക്കളെയും സ്നേഹിക്കുന്ന ഒരു
രക്ഷിതാവ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കടമ അവന്റെ ഉമ്മയെ തെരഞ്ഞെടുക്കുമ്പോൾ നല്ല ഒരു ഉമ്മയെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അവന് വാപ്പ ആഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ വിവാഹത്തിന്റെ മുൻപേ നല്ലൊരു വാപ്പയെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതാണ് മക്കളോട് കാണിക്കേണ്ട ഏറ്റവും വലിയ കടമയും ബാധ്യതയും. എൻ്റെ ഭാര്യ എന്നിലുണ്ടാകുന്ന മക്കൾക്കൊരു നല്ല ഉമ്മയായിരിക്കും. ആ മക്കളെ ദീനീബോധത്തിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ മാതാപിതാക്കൾക്ക് മതബോധമുണ്ടോ? മക്കള് ദീനീ ചിട്ടയിലുണ്ടാകും. ആ ദീനീ ചിട്ടയോട് താല്പര്യം കാണിപ്പിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ ആ കുടുംബത്തിൽ നീതിബോധമുണ്ടാകും. ദീനീ ചിട്ടയും നീതിബോധവും ഒരാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പിന്നെ അവിടെ വാശിക്കോ ഏതെങ്കിലും തരത്തിലുള്ള അഹന്തക്കോ യാതൊരു തരത്തിലും സ്ഥാനമുണ്ടാവുകയില്ല. ആ മാതാപിതാക്കൾ വിട്ടുവീഴ്ച മനസ്ഥിതിയുള്ളവരായിരിക്കും. മക്കളെ അറിഞ്ഞു ജീവിക്കുന്നവരായിരിക്കും. ദുനിയാവിന് വേണ്ടി മക്കളെ ഗുണദോഷിക്കുകയും ആഖിറത്തിന് വേണ്ടി കാർക്കശ്യം കാണിക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കളായിരിക്കും. ഇനിയൊന്ന് ചോദിക്കട്ടെ, ഓരോ മാതാപിതാക്കളും സ്വന്തത്തോട് ചോദിക്കൂ, നമ്മളുടെ മക്കൾക്ക് ദീനിന് വേണ്ടി നമ്മൾ കാർക്കശ്യം കാണിച്ചിട്ടുണ്ടോ? ദുനിയാവിന് വേണ്ടി കാർക്കശ്യം കാണിച്ചിട്ടുണ്ട്. അവൻ ആ ഭൗതിക വിദ്യാഭ്യാസം നേടാത്തതിന്, അവൻ ആ A+ വാങ്ങാത്തതിന്, അവൻ ആ ജോലിയുടെ കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിക്കാത്തതിന്. എന്നാൽ എൻ്റെ മക്കൾ മതബോധത്തിൽ വളർന്നില്ലല്ലോ എന്ന ഒരു കുറ്റബോധം പോലും മാതാപിതാക്കൾക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ അവരെ പറ്റി ആ റസൂല് പഠിപ്പിച്ചതും മക്കളോട് കടമ നിർവഹിക്കാത്ത മാതാപിതാക്കളാണവർ. ഇന്ന് പല കുടുംബത്തിലും ആ നീതിബോധം പ്രാവർത്തികമാക്കാൻ പല രക്ഷിതാക്കൾക്കും സാധിക്കുന്നില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ മക്കൾക്കിടയിൽ പോലും ചില രക്ഷിതാക്കൾ വേർതിരിവ് കാണിക്കാറുണ്ട്. ചെറുപ്പം മുതൽക്കും വലിയ മുതിർന്നവരായാലും മക്കളുടെ കാര്യത്തിൽ ഒരു തരം വേർതിരിവ്. ചില മക്കളോടൊരു പ്രത്യേക താല്പര്യം, ചില മക്കളോടൊരു പ്രത്യേക വെറുപ്പ്. അത് മക്കളോടുള്ള വെറുപ്പ് കൊണ്ടായിരിക്കണം എന്നില്ല. മക്കളെ ഭാര്യമാരോടുള്ള വെറുപ്പ് മക്കളോടും വെറുപ്പായി, മക്കളോടുള്ള വെറുപ്പ് മക്കളോടും വെറുപ്പായി, ഭാര്യമാരോടുള്ള വെറുപ്പ് അവളുടെ ഭർത്താവിനോടും അവളിലുണ്ടാകുന്ന മക്കളോടും അയാളെ മക്കളാണെന്ന കാരണത്തിന്റെ പേരിൽ വെറുപ്പ് കാണിക്കുന്ന മാതാപിതാക്കളുണ്ട്. എല്ലാ രംഗത്തും, സ്നേഹത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, സ്വത്തിന്റെ വിഷയത്തിൽ പോലും ആ വേർതിരിവ് ചില രക്ഷിതാക്കൾ കാണിക്കാറുണ്ട്. സ്നേഹത്തിലും സ്വത്തിലുമൊക്കെ ആ പരിഗണന കൊടുക്കാതെയാണ് മക്കളെ വളർത്തുന്നതെങ്കിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തി തിരുദൂതനിലൂടെ, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലിൻ അൻ റഇയതിഹി, രക്ഷിതാക്കളെ ഈ ലോകത്ത് ജീവിച്ച ഓരോ നിമിഷങ്ങളും അള്ളാന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാ, ഭരണാധികാരികളാ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കടമയെപ്പറ്റിയും ഉത്തരവാദിത്തപ്പറ്റിയും റബ്ബിന്റെ അരികിൽ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും. അത് ദയയുടെ കാര്യമാണെങ്കിലും കോപത്തിന്റെ കാര്യമാണെങ്കിലും. അതേ വിഷയം അവർക്ക് വന്നപ്പോ താങ്കൾ അങ്ങ് സബൂറാക്കി, അതേ വിഷയം ഈ മകന് വന്നപ്പോ താങ്കൾ അങ്ങോട്ട് കോപിഷ്ഠനാവുകയും ചെയ്തു. എങ്കിൽ ദയയിലാണോ, സ്നേഹത്തിലാണോ, സ്വത്തിലാണോ നിങ്ങൾ വേർതിരിവ് കാണിച്ചത്? അതിനുത്തരം പറയാതെ കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കാൻ ഒരു വാപ്പാർക്കും അള്ള അവകാശം നൽകില്ല. അവരെത്ര മതബോധമുള്ളവരാണെങ്കിലും എത്ര നമസ്കരിക്കുന്നവരാണെങ്കിൽ പോലും. അതുകൊണ്ടാ ലോകത്തിന്റെ തിരുദൂതന്റെ വാക്കുകളിൽ നിന്ന് മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്. വഅല്ലാ യസീഅൻ ഇലാ ഔലാദിഹിം ബിഗൈരി ഹഖ്കിൻ, ഹക്കല്ലാത്ത ഒരു വിഷയത്തിലും മാതാപിതാക്കൾക്ക് ഹക്കല്ലാത്ത ഒരു കാര്യത്തിന്റെ പേരിലും മാതാപിതാക്കൾ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാൻ അവകാശമില്ല. ലാ ബി കലാം, അത് സംസാരത്തിലാണെങ്കിലും, വലാ ബിൽ ഫിആൽ, അതൊരു പ്രവൃത്തിയിലാണെങ്കിലും. ഒരു മക്കളോട് സംസാരിക്കാൻ വലിയ താല്പര്യം, ഓൻ വന്നാലോ ഓനോട് മിണ്ടാൻ വലിയ താല്പര്യമല്ല, അതാണെങ്കിൽ പോലും വലാ ബിൽ ഫിആൽ, ഒരു മകന്റെ വീട്ടിലേക്ക് നിങ്ങൾ ഇടക്കിടക്ക് പാർക്കാൻ പോകും, ഒരു മകനോടും അവന്റെ കുടുംബത്തോടും നിങ്ങൾക്ക് അത്ര താല്പര്യം തോന്നുന്നില്ലെങ്കിൽ, വലാ ബിൽ കലാമി വലാ ബിൽ ഫിആലി, വാക്കിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചാൽ ആ മാതാപിതാക്കൾ ചോദ്യം ചെയ്യപ്പെടും. ഇത് കേൾക്കുമ്പോ ചില രക്ഷിതാക്കളെങ്കിലും ചിന്തിച്ചു പോകാറുണ്ട്, ചില മക്കൾ സ്വഭാവം കാണിച്ചത് കൊണ്ടല്ലേ. അവരെ പറ്റിയല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. മാതാപിതാക്കളെ പ്രാണന് തുല്യം സ്നേഹിക്കുകയും സ്വന്തം അവസ്ഥക്കനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തതിന്റെ പേരിൽ, അവനെ ചൂഷണം ചെയ്യാൻ കിട്ടാത്തതിന്റെ പേരിലോ
വിചാരിച്ചത് അവന്റെ അടുത്ത് നിന്ന് കിട്ടാത്തതിന്റെ പേരിലോ വേർതിരിവ് കാണിക്കുന്ന മാതാപിതാക്കളെ പറ്റിയ. അതുകൊണ്ടാണ് ഇന്നത്തെ അവസ്ഥകൾ ഏറെ പരിതാപകരമാ. മതം പഠിച്ച കുടുംബങ്ങളിൽ പോലും ഈ ഇരിക്കുന്ന ഓരോരുത്തരോടും ഈ വാക്ക് കേൾക്കുന്നവരെല്ലാവരും അത്തരക്കാരാണ് എന്ന അർത്ഥത്തിലല്ല. എന്നാലും എൻ്റെ ബഹുമാന്യരായ രക്ഷിതാക്കളെ, ഹൃദയത്തോട് ചേർത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കണം. ആ വേർതിരിവ് നമ്മൾ കാണിച്ചിട്ടുണ്ടോ? ഒരു മകനോട് അമിതമായ ദേഷ്യം കാണിക്കാൻ അവന്റെ കുടുംബത്തോടുള്ള വെറുപ്പ് എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? അവനോടൊപ്പം താമസിക്കുമ്പോഴാണ് ചില രക്ഷിതാക്കൾക്ക് ആ മക്കളോട് ചില താല്പര്യക്കുറവ്. ഉദാഹരണമായി, എൻ്റെ വീട്ടിലാണ് എൻ്റെ ഉമ്മയും വാപ്പയും താമസിക്കുന്നതെന്ന് കരുതുക. ഒരു പക്ഷേ എൻ്റെ മക്കളോട് എൻ്റെ മാതാപിതാക്കൾക്ക് ദേഷ്യമായിരിക്കും, എന്നോട് ചിലപ്പോൾ തൃപ്തിക്കുറവുണ്ടാകും. അതെന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ കൂടെയാണ് അവര്, ഞാൻ അവർക്ക് മുൻപിൽ അഭിനയിക്കാറില്ല. ചിലപ്പോ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇഷ്ടപ്പെടാത്ത ചിലതൊക്കെ ഉണ്ടാകുമ്പോ എന്നെ വെറുക്കാനും എൻ്റെ മക്കളോട് ദേഷ്യം തോന്നാനും അത് കാരണമായേക്കാം. പക്ഷേ അവിടെ രക്ഷിതാക്കൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? 5-8 മക്കളുണ്ടായിട്ടും എൻ്റെ വീട്ടിലല്ലേ നിങ്ങൾ നിൽക്കുന്നത്? എന്തേ ബാക്കിയുള്ള മക്കൾ കൊണ്ടുപോകാത്തത്? കൊണ്ടുപോയി നോക്കട്ടെ. ഇടക്കിടക്ക് കയറി വരുന്ന മക്കളോടൊരു പ്രത്യേക താല്പര്യം എന്തുകൊണ്ടാണെന്നറിയോ? അവന് നിങ്ങളെ നോക്കാനുള്ള ബാധ്യത ഏറ്റെടുത്തിട്ടില്ല. ഇടക്കിടക്ക് വന്ന് 100-1000 കയ്യിൽ വെച്ച് തരുമ്പോ അതൊരു സ്നേഹമായി തോന്നും. നമ്മളെ പച്ചയായ ജീവിതം ഒരുമിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ, അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ അഭിനയിക്കുന്നവരായിരിക്കില്ല നല്ലവന്മാർ, ഒരുമിച്ച് ജീവിക്കുന്നവരായിരിക്കും. ആ ഒരുമിച്ച താമസിച്ച അത്രയും കാലം ഇവന്റെ ചെലവിലാ ഞാൻ ജീവിച്ചത്, ഇവന്റെ കുടുംബത്തോടൊപ്പമാ. അതുകൊണ്ട് 4-5 ആളുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോ ചില പ്രയാസങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടാകും. അതങ്ങ് സബൂറാക്കണം, ക്ഷമിക്കണം. അല്ലാതെ ഇടക്കിടക്ക് വന്ന് ഉമ്മാനെയും വാപ്പാനെയും കൊണ്ടുപോകാൻ ഒരു മനസ്സും കാണിക്കാതെ, ഇളയോന്റെ വീട്ടിലല്ലേ അവിടെ നിൽക്കട്ടെ, അനിയത്തിന്റെ വീട്ടിലല്ലേ അവിടെ നിൽക്കട്ടെ, മാസത്തിലോ 2 മാസം കൂടുമ്പോഴോ 1000-10,000 അയച്ചു കൊടുത്ത് ഒരു സുജായിത്തരം ചമയുന്ന മക്കളോടൊരു പ്രത്യേക താല്പര്യം കാണിക്കുമ്പോ അത് വേർതിരിവ. മാതാപിതാക്കളെ, മക്കൾക്കിടയിലുള്ള വേർതിരിവ് കൊണ്ടുപോയി നോക്കിയാലേ ഓരോരുത്തരും അതിന്റെ സങ്കടങ്ങൾ അനുഭവിക്കൂ. അതുകൊണ്ട് തന്നെ ആ വേർതിരിവ് ഇന്ന് ചില കുടുംബത്തിൽ കാണിക്കുന്നവരുണ്ട്. അതിന്റെ പേരിൽ താമസിക്കുന്ന വീട്ടിലുള്ള മക്കളോടും പേരക്കുട്ടികളോടും വല്ലാത്ത ദേഷ്യം, തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യം, ആര് വന്നാലും പരാതി. ജീവിക്കുന്നത് ആഴ്ചകളും മാസങ്ങളാണെങ്കിൽ പോലും, അതുവരെ ജീവിച്ചതും അവന്റെയും അവളുടെയും തണലിലാണെങ്കിൽ പോലും, ചെയ്തു കൊടുക്കുന്ന 1000 നന്മകളുണ്ടെങ്കിൽ പോലും വരാനുള്ളവരോടൊക്കെ പറയാനുള്ളത് നോക്കുന്ന വീട്ടിലെ മക്കളുടെ കുറ്റം മാത്രമാണെങ്കിൽ, പ്രിയ രക്ഷിതാക്കളെ, അത് വേർതിരിവ, അത് അനീതിയ. ആ നീതിബോധം കുടുംബത്തിൽ നമ്മൾ കാണിക്കണം. മറ്റ് ചില ആളുകളാവട്ടെ മകന്റെ ഭാര്യയോടുള്ള വെറുപ്പ് കാരണം സ്വത്ത് എഴുതി വെക്കുന്നതിൽ പോലും ആ വേർതിരിവ് കാണിക്കുന്നവരുണ്ട്. ഞാൻ ഇത് പറയുമ്പോ ഇതെന്നെപ്പറ്റി ഇത് സംഭവിക്കുന്നില്ല എന്ന് ഒരുപക്ഷെ നമ്മളെ ഈ ചുറ്റുഭാഗത്ത് തോന്നുമെങ്കിലും പല കുടുംബത്തിലും സ്വത്ത് എഴുതി വെക്കുന്ന വിഷയത്തിൽ പോലും മരണത്തിന്റെ മുൻപ് മാതാപിതാക്കളുടെ മാനസിക നിലക്ക് എന്ത് ഇഷ്ടവും ആരോട് താല്പര്യവുമുണ്ടോ അതിനനുസരിച്ചിട്ട് എഴുതി വെക്കുന്നവരുണ്ട്. മകന്റെ ഭാര്യയോട് ആ വെറുപ്പ്, അതുകൊണ്ട് ഒരു മകനേ ഉള്ളൂ എങ്കിലും പെൺമക്കൾക്കൊക്കെ എഴുതി വെക്കും, രഹസ്യമായി വസിയത്താക്കി എഴുതി വെക്കും, ന്യായങ്ങളില്ലാതെ, കാരണങ്ങളില്ലാതെ. അവസാനം വാപ്പാന്റെ മരണശേഷം വീതം വെക്കുന്ന സമയത്ത് രഹസ്യമായി ഉമ്മ എനിക്കത് തന്നിട്ടുണ്ട് എന്ന കാരണം പറഞ്ഞ് ആൺകുട്ടികളെ വയ്യാധാരമാക്കുന്ന, ആൺകുട്ടിയുടെ മക്കളോടും ആൺമക്കളുടെ ഭാര്യമാരോടും അവന്റെ കുടുംബക്കാരോടുമുള്ള വെറുപ്പ് കാരണം ആൺമക്കളെ ഒഴിവാക്കുന്ന മാതാപിതാക്കളുണ്ട്, അവഗണിക്കുന്നവരുണ്ട്. 2 തരത്തിലും ലാഭം കിട്ടുന്ന ചില പെൺമക്കളുമുണ്ട്. പെൺമക്കളെ കുറ്റപ്പെടുത്തുന്നു എന്ന അർത്ഥത്തിലല്ല. കല്യാണം കഴിപ്പിച്ചയക്കുന്ന സമയത്ത് 100-150 പവന് വാപ്പാര് കൊടുക്കും, അന്ന് അവർക്ക് കൊടുക്കാനുള്ള കഴിവുണ്ട്. അവസാനം വാപ്പ ദരിദ്രനാകും, പാവപ്പെട്ട അവസ്ഥയിലേക്കെത്തും. അന്ന് ആകെയുള്ളത് കിടപ്പാടം മാത്രമായിരിക്കും. അതിനും അവകാശം പറഞ്ഞ് കെട്ടിച്ച പെണ്ണും കുടുംബക്കാരും വരും. വരണ്ട എന്നല്ല, ഒരൽപ്പം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ 150 പവന് ആ കാലത്ത് വാപ്പ തന്നിട്ടുണ്ട്. മകനോടുള്ള വെറുപ്പ് കാരണം വീണ്ടും വാപ്പ എഴുതി വെച്ചത് സ്വത്ത് ആ പെൺകുട്ടിയുടെ പേരിലാണെങ്കിൽ അതൊക്കെ ദുനിയാവിലാരും ചോദിച്ചിട്ടില്ലെങ്കിലും ആഖിറത്ത് ചോദിക്കും. ഓരോ കണക്കും അല്ലാഹ് പറയിപ്പിക്കും. എന്തിന്റെ പേരിൽ, ഏത് വിഷയത്തിലാണ് നിങ്ങൾ ആ തീരുമാനമെടുത്തത് എന്ന്. സ്നേഹത്തിന്റെ വിഷയത്തിലും കൊടുക്കുന്ന വിഷയത്തിലും ആ വേർതിരിവ് കാണിക്കരുത് എന്ന് അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു.
എന്റെ മകള് ഫാത്തിമയാണ് കക്കുന്നതെങ്കിൽ പോലും എഴുതിലൂ, നിങ്ങൾ നീതി കാണിക്കണേ, ഫാത്തിമയുടെ കൈ ഞാൻ വെട്ടുമെന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികളാണെങ്കിൽ മരണാനന്തരം വാപ്പാന്റെയും ഉമ്മാന്റെയും വാശിയുടെ പേരിലും അവരുടെ കുതന്ത്രത്തിന്റെ പേരിലും മനസ്സ് വേദനിച്ച് ആ വാപ്പാനെ ഉമ്മാനെ ശപിക്കാതെ അവർക്കെതിരെ പ്രാർത്ഥിക്കാത്ത മക്കളാണെങ്കിൽ പോലും ആ മക്കളുടെ മനസ്സറിഞ്ഞാൽ വാപ്പാനെയും ഉമ്മാനെയും പടച്ച റബ്ബ് വിചാരണക്കെടുക്കും. ആ അനീതി കാണിച്ചതിന്റെ പേരിൽ അങ്ങനെ പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം എന്ന മതമെങ്കിൽ ആ രംഗത്ത് പോലും നീതിയോടെ സ്വത്തിന്റെ വിഷയത്തിലും ഇടപെടാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഓരോരുത്തരെയും അവഗണിക്കുകയും ആദ്യമേ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന നല്ല നിലക്ക് ഉപദേശിക്കണം. ഇന്ന് പല കുടുംബത്തിലും ആയക്കാലത്ത് പെൺമക്കളെ കെട്ടിക്കുമ്പം വാരിക്കോരി കൊടുത്ത് അവസാന കാലത്താകുമ്പോഴേക്കും ഇല്ലാത്തതിന്റെ പേരിൽ പിന്നെ അതിനു വേണ്ടിയിട്ട് കടിപിടി കൂടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നല്ല വാപ്പാരുമാരും ആണെങ്കിൽ പറഞ്ഞു കൊടുക്കണം, മക്കളെ, ചില വാപ്പാര് ന്യായം പറയാറുള്ളത് പെൺകുട്ടിക്ക് പകുതിയല്ലേ കിട്ടുന്നുള്ളൂ എന്നാ, പക്ഷേ ഓളെ കെട്ടിയോൻ ഒരു ഫുള്ള് കിട്ടുന്നുണ്ട്. അതേ ഫുള്ള് നിങ്ങളുടെ ഭാര്യക്കും മകന്റെ ഭാര്യക്കും പകുതിയെ കിട്ടൂ. അവന് ഫുള്ള് കിട്ടിയാലും ഇസ്ലാം നീതിയുടെ മതമാ. കൃത്യമായി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളുണ്ട്. അതുകൊണ്ട് നമ്മളെ മനസ്സ് നോക്കിയിട്ടല്ല ആ രംഗത്ത് സ്നേഹമാണെങ്കിലും സ്വത്താണെങ്കിലും വീതിക്കേണ്ടതും വിതരണം ചെയ്യേണ്ടതും. മക്കളോടെന്ന പോലെ മരുമക്കൾക്കിടയിലും ഒരു വേർതിരിവ്, മൂത്തവന്റെ ഭാര്യയോടൊരു പ്രത്യേക താല്പര്യം, അത് അത്യാവശ്യം തറവാട്ടുകാരെയും അത്യാവശ്യം കൊണ്ടുവരാനും കഴിവുള്ളവള. ഇളയവന്റെ ഭാര്യയാവട്ടെ നാട്ടിലെ ദരിദ്രയായ കുടുംബത്തിൽപ്പെട്ടവള. മൂത്തവന്റെ ഭാര്യയെ മോളെ എന്ന് വിളിച്ചാലും ഇളയവന്റെ ഭാര്യയെ പേരെടുത്തിട്ടേ വിളിക്കൂ. മരുമക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്നവർ, അവരെ ഉള്ളിലുമുണ്ട് ബേജാറ്. മക്കളെ എന്ന വിളി, മോളെ എന്ന വിളി ഒരേ സദസ്സിൽ വെച്ച് മൂത്തവന്റെ ഭാര്യയെ അല്ലെങ്കിൽ മൂത്തവളുടെ ഭർത്താവിനെ മോനെ എന്ന് അഭിസംബോധന ചെയ്യുകയും രണ്ടാമത്തെ മകളുടെ കെട്ടിയവനെ പേരെടുത്ത് വിളിക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹപ്രകടനമാണെങ്കിൽ പോലും അള്ളാന്റെ അടുത്ത് ഉത്തരം പറയേണ്ടി വരും. സ്നേഹ വിഷയത്തിലും സമാന മനസ്സോടെ സ്നേഹിക്കാൻ സാധിക്കണം. അതുകൊണ്ടാ ഇന്നാളുകൾക്കിടയിൽ ഭാര്യ ഭർത്താക്കന്മാര് പോട്ടെ, മരുമക്കൾക്കിടയിൽ പോലും ആ വേർതിരിവ് ചിലർ കാണിക്കാറുണ്ട്. പറയുമ്പം ഒരുപാട് സംസാരിക്കാനുണ്ടാവും. വീട്ടിൽ താമസിക്കാൻ പോകുകയാണോ, മൂത്തവന്റെ ഭാര്യ 4 ദിവസം കൂടിയാലും ആർക്കും കുറ്റങ്ങളില്ല, 1 മാസം കൂടിയാലും കുറ്റങ്ങളില്ല. ഇളയവന്റെയോ രണ്ടാമത്തവന്റെയോ ഭാര്യ അല്ലെങ്കിൽ രണ്ടാമത്തെ പുതിയാപ്പളന്റെ കൂടെ 4 ദിവസം മക്കൾ നിൽക്കുമ്പോഴേക്കും രക്ഷിതാക്കൾക്ക് ശൂരത, അവർക്കൊരു ദേഷ്യം, കിടക്കുന്നു, പോയി കൂടുന്നു, ഞങ്ങളെ നോക്കുന്നില്ലേ എന്നൊക്കെ പറയുമ്പോ ഒരു മക്കളോടും മറുമക്കളോടും ഇരട്ട മുഖഭാവവും മാനസികാവസ്ഥയും വെച്ച് പുലർത്തുമ്പോ ചോദ്യം ചെയ്യപ്പെടും അള്ളാന്റെ കോടതിയിൽ. ദുനിയാവിൽ ആരും അതറിഞ്ഞിട്ടില്ലെങ്കിലും അത് അനുഭവിക്കുന്നവർ വേദന കൊണ്ട് പൊളയുന്നുണ്ടെങ്കിലും നാട്ടുകാരും അത് കേൾക്കുകയും കാണുകയും ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹ് അറിയുന്നുണ്ട്. അള്ളാന്റെ മുൻപിൽ അതിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും. അതോടൊപ്പം ചെറുതാക്കി സംസാരിക്കലും, ഒരുത്തനോട് അവനെ നാളുകൾക്ക് മുൻപിൽ കുടുംബക്കാർക്ക് മുൻപിൽ ചെറുതാക്കി സംസാരിക്കുക. രണ്ടാമത്തെ പുതിയാപ്ല പറയാത്തതാ നല്ലത്, രണ്ടാമത്തെ മോന്റെ മോള് അവളെ പറ്റി പറയാത്തതാ നല്ലത്. മൂത്തോൾ ഉഷാറ, മൂത്തോൻ ഉഷാറ, മൂത്ത മോളെ പിയാപ്ല ഉഷാറ. കുടുംബക്കാർക്കിടയിൽ മക്കളെ ചെറുതാക്കി സംസാരിക്കൽ, യാ ബുനയ്യ എന്നല്ലാതെ ഒരു മക്കളെയും അള്ളാന്റെ തിരുദൂതൻ വിളിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ പോലും പ്രയോഗിച്ചത് യാ ബുനയ്യ, എന്റെ കുഞ്ഞുമക്കളെ എന്ന. ആ കുഞ്ഞുമക്കളെ എന്ന അഭിസംബോധന ലോകം കണ്ട ഏറ്റവും നല്ല പ്രയോഗമാണെന്ന് ലോകത്തുള്ള ആളുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ തിരുദൂതൻ വിരോധിച്ചിട്ടുണ്ട് അൻ തമീസി ബൈനൽ അബ്നാഇ, മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുക എന്നുള്ളത്, വത്തഫ്ളീലി, ശ്രേഷ്ഠത കാണിക്കുക എന്നുള്ളതും, അഥവാ ശ്രേഷ്ഠത കൽപ്പിക്കുന്ന വിഷയത്തിലും ബൈനഹും ഫിർ റിസ്ഖി, ഭക്ഷണത്തിൽ പോലും അത് കാണിക്കാൻ പാടില്ല. നല്ലൊരു ഭക്ഷണമുണ്ടോ, മൂത്തോൻ പോയിട്ട് ഇളയോന് കൊടുക്കാം എന്ന് കരുതുന്ന മനോഭാവം ഉണ്ടല്ലോ, അല്ലെ നല്ലൊരു മുതലുണ്ടെങ്കിൽ അത് ഇളയോന് നിൽക്കട്ടെ, മൂത്തോനോന് അങ്ങനെ നടന്നോട്ടെ എന്ന് ചിന്തിക്കുന്ന മനോഭാവം, അത് റിസ്ക് ഭക്ഷണത്തിലാണെങ്കിൽ പോലും വഫിൽ അതായ വഫിൽ മആമില, അത് പണിക്കാരുടെ വിഷയത്തിൽ ജോലി ചെയ്തു കൊടുക്കുന്നതിലാണെങ്കിൽ പോലും, അഥവാ അവർക്ക് എന്തെങ്കിലും അമല് ചെയ്തു കൊടുക്കുന്നതിലോ അമല് ചെയ്യാനുള്ള ആളുകളെ കൊടുക്കുന്നതിലോ ആണെങ്കിൽ പോലും മക്കൾക്കിടയിൽ അങ്ങനെ ഒരു വേർതിരിവ് കാണിച്ചാൽ അള്ളാന്റെ അടുത്ത് നിങ്ങൾ കുറ്റം പറയേണ്ടി വരും, കണക്ക് പറയേണ്ടി വരും. തന്റെ ജീവിതത്തിൽ 4 പെൺമക്കളുള്ള ഒരു സ്വഹാബി ഒരു പെൺകുട്ടിക്ക് മാത്രം ഒരു ഒട്ടകത്തെ ഹദിയയായി സമ്മാനമായി കൊടുത്ത് തിരിച്ചു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു,
അള്ളാന്റെ തിരുദൂതരെ, ഞാൻ എൻ്റെ ഒരു മകൾക്ക് ഒട്ടകത്തെ കൊടുത്തു. തിരുദൂതൻ ചോദിച്ചു, നിനക്ക് എത്ര മക്കളാ? 4 മക്കൾ. ശരി, മടങ്ങിപ്പോയി ആ ഒട്ടകത്തെ തിരിച്ചു വാങ്ങിക്കൊണ്ടുവാ. കൊടുത്ത തിരിച്ചു വാങ്ങാൻ ഇസ്ലാം പഠിപ്പിച്ച ഒരേ ഒരു രംഗം മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ച സമയത്താ. അത് നീതിബോധത്തോടെ ഓരോ രക്ഷിതാക്കളും ചിന്തിക്കണം. നന്മ അംഗീകരിക്കാത്ത ചില മാതാപിതാക്കളുണ്ട്. മക്കള് നല്ലത് പറഞ്ഞു എന്നതാ മക്കളെ വെറുക്കാനുള്ള കാരണം. ഓന് ഭയങ്കര ദീനായി പോയി, കല്യാണത്തിന് അത് വേണമെന്ന് പറഞ്ഞപ്പോ അത് ദീനിനെതിരാണ് ഓന്റെ വക, ഓന്റെ ഭാര്യന്റെ വക. അതുകൊണ്ട് മക്കളോടൊരു വെറുപ്പ്. നന്മയാണോ അംഗീകരിക്കണം, തിന്മയാണോ തടയാൻ നാവ് വന്തണം. അതാ നല്ല മാതാപിതാക്കളുടെ ലക്ഷണം. അതല്ലാതെ ഏതെങ്കിലും തിന്മ കാണിക്കുമ്പോ അല്ലെങ്കിൽ നന്മ ഓർമ്മപ്പെടുത്തുമ്പോ പിടിവാശിയോടുകൂടി അത് നടപ്പിലാക്കാൻ വേണ്ടി ഞാനല്ലേ ഓന്റെ വാപ്പ, ഞാനല്ലേ ഓനേക്കാളും മുൻപുണ്ടായത് എന്ന് വാശി കാണിക്കുന്നവരല്ല. അത് നല്ല നിലക്ക് മക്കളാണെങ്കിൽ പോലും അത് സ്വീകരിക്കുന്നവരാകണം. ദീനിലായാലും ദുനിയാവിന്റെ വിഷയത്തിലായാലും ദീനിന്റെ കാര്യങ്ങൾ പറയുമ്പോ അവരോട് വെറുപ്പ് തോന്നാൻ പാടില്ല. അത് അംഗീകരിക്കാൻ മനസ്സ് കാണിക്കണം. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, മതത്തിൽ ഇല്ലാത്തത് ചെയ്യരുതേ വാപ്പ എന്നേ മക്കൾ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ അവരോടൊരു പരിഹാസം. ഇപ്പറഞ്ഞതുപോലെ ഓം ഭയങ്കര ദീനാരനായിപ്പോയി, നമ്മളെക്കാളും മുൻപ് സ്വർഗത്ത് പോകാൻ നിൽക്കുന്നോനാ എന്നൊക്കെ ഉള്ളൊരു വർത്താനം, ആ വിഷയത്തിൽ ഒരു പരിഹാസമല്ല കാണിക്കേണ്ടത്. കാരണം അവിവേകിയും അക്രമികളുമായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. ഇബ്രാഹിം നബിയുടെ വാപ്പ മരിച്ചപ്പോ ആ ഇബ്രാഹിം നബിക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ റബ്ബേ എന്ന് മഹാനായ ഇബ്രാഹിം നബി ചോദിച്ചപ്പോ അല്ല പറഞ്ഞു, വേണ്ട ഇബ്രാഹിം, വാപ്പ എന്റെ കൂട്ടത്ത് പെട്ടതല്ല എന്നാണെങ്കിൽ നീതിയില്ലാതെ ദീനല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി വാശി പിടിച്ച് മരിക്കുന്ന വാപ്പാരാണെങ്കിൽ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇസ്ലാം തെളിവ് നൽകിയിട്ടില്ലെങ്കിൽ മാതാപിതാക്കളെ നമ്മളൊക്കെ ഒന്ന് നമ്മളെ പറ്റി ചിന്തിക്കണം. മക്കളിന് ഇങ്ങോട്ട് കിട്ടണം എന്ന് ചിന്തിക്കുന്നതിന്റെ അപ്പുറം അവരോട് ചെയ്യാനുള്ളത് ചെയ്തോ എന്നൊരു ബോധമെങ്കിലും നമുക്കുണ്ടാവണം. പണ്ട് കാലത്തൊരു മാതാപിതാക്കളുടെ അവസ്ഥയെപ്പറ്റി ഒരു ചെറുപ്പക്കാരനായ മകൻ പറഞ്ഞൊരു വാക്കുണ്ട്. വാപ്പയും ഉമ്മയും താമസിച്ചത് ചെറിയൊരു കുടിലായിരുന്നു. ഞാൻ അത്യാവശ്യം പണം കിട്ടിയപ്പോ ഞാനൊന്ന് കരുതി വാപ്പയുമ്മയും കുറച്ച് സന്തോഷത്തിൽ ജീവിക്കട്ടെ, അതുകൊണ്ട് വീടിന്റെ തൊട്ടടുത്ത് ഞാനൊരു അത്യാവശ്യ സൗകര്യത്തിന് വീടുണ്ടാക്കി. താഴത്തൊരു റൂം ഞാൻ ആദ്യം പണി കഴിപ്പിച്ചത് മാതാപിതാക്കൾക്ക് വേണ്ടിയാ. കാരണം ബാത്റൂമിൽ ചെന്നിരിക്കുമ്പോ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നാതിരിക്കാൻ സകല സൗകര്യങ്ങളുമുള്ള ഒരു വീട് ഞാൻ വെച്ചു കൊടുത്തു. പക്ഷേ വാപ്പയുമ്മയും വീട്ടിക്ക് വരുന്നില്ല. അവർക്കൊരു ദുർവാശി, ഞങ്ങൾ ആ ചെറിയ വീട്ടിൽ കിടന്ന് എന്നെ മരിക്കും, ഞങ്ങൾ അവിടെ തന്നെ കിടക്കും. നിങ്ങളുടെ ആഗ്രഹം ആ പേര് അല്ലെങ്കിൽ ആ വീട് നിങ്ങളുടെ പേരിലേക്ക് ആക്കണമെന്നാണെങ്കിൽ പോലും മക്കൾ അതിന് റെഡിയായിരിക്കും. അല്ലാതെ നാട്ടുകാർക്ക് മുൻപിൽ വാപ്പാൻ ഒറ്റപ്പെടുത്തി ജീവിക്കുന്നോൻ, വാപ്പാനെ നോക്കാത്ത മക്കള് കണ്ടോ, വാപ്പയമ്മയും ഒറ്റക്ക് നിൽക്കുമ്പോൾ അപ്പുറം വലിയ വീടുണ്ടാക്കി, അവസാനം ഉണ്ടാക്കിയിട്ട വീട്ടിൽ താമസിക്കാൻ പറ്റാതെ ഈ ചെറിയ വീട്ടിൽ സൗകര്യങ്ങളില്ലാതെ സങ്കടപ്പെടുന്ന മക്കളാണെങ്കിൽ പോലും അള്ള ചോദിക്കും, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ അടുത്ത് ഉത്തരം പറയേണ്ടി വരും. വിട്ടുവീഴ്ചയും സ്നേഹവും പ്രകടിപ്പിച്ചാലേ നമുക്കും സ്നേഹവും വിട്ടുവീഴ്ചയും കിട്ടാനുള്ള അർഹതയുള്ളൂ. അങ്ങട്ട് സ്നേഹം കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടാനുള്ള അർഹതയുള്ളൂ എന്ന തിരുദൂതന്റെ വാക്ക് ഒരിക്കലും നമ്മൾ മറക്കാതിരിക്കുക. കുറ്റപ്പെടുത്തലല്ല. മക്കള് അഥവാ മാതാപിതാക്കള് കാരണം അവരുടെ പിടിവാശിയും ഈഗോയും അഹങ്കാരവും നാട്ടാചാരത്തിനോടുള്ള മാമൂലുകൾക്കുള്ള വാശിയും കാരണം ദീനു പോലും നല്ലോണം സ്വീകരിക്കാൻ പറ്റാതെ നെഞ്ചുരുകി ജീവിക്കുന്ന മക്കളാണെങ്കിൽ അതിലും വലിയൊരു ക്രൂരതയൊന്നും ഒരു മക്കളോടും ഉമ്മാക്കും വാപ്പാക്കും ചെയ്യാനില്ല. എത്ര തിന്നാൻ കൊടുത്താലും എത്ര വളർത്തി എന്ന് പറഞ്ഞാലും മതത്തിൻ്റെതല്ലാത്ത ഒരു വിഷയത്തിൽ വാശി കൊണ്ടും ദേഷ്യം കൊണ്ടും അവരെ ഉള്ളിൽ സങ്കടമുണ്ടാക്കിയാണ് അവരെ ജീവിപ്പിക്കുന്നതെങ്കിൽ അള്ളാന്റെ അടുത്ത് ഓരോ മാതാപിതാക്കളും കണക്ക് പറയേണ്ടി വരും. അങ്ങനെയാവാതിരിക്കാൻ നമ്മളുടെ മനസ്സറിഞ്ഞ് പരലോകം ചിന്തിച്ച് റബ്ബിന്റെ അടുത്ത് ഒരേ കുടുംബമായി കൂടിയോജിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു മുന്നേറുന്ന വിശ്വാസികളാവുക. അത്തരക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.